2026-ലും അതിനുശേഷവും ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന ഒരു ജോലി നിങ്ങൾക്ക് വേണം. എന്നാൽ ഈ 3 മേഖലകളിൽ ഏതെങ്കിലും ഒന്ന് കണ്ണടച്ച് തെരഞ്ഞെടുത്തോളൂ. ഒന്നാമത്തേത് AWS അല്ലെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയും. ഇന്ന് ലോകത്തെ ഒട്ടുമിക്ക കമ്പനികളൊക്കെ അവരുടെ ഡേറ്റ സുരക്ഷിതമാക്കി വെക്കുന്നത് ഈ ക്ലൗഡിലാണ്. ഈ സെർവറുകൾ നിയന്ത്രിക്കാനും മാനേജ് ചെയ്യാനും കഴിവുള്ള ആളുകൾക്ക് വമ്പൻ ഡിമാൻഡാണ് വരാൻ പോകുന്നത്. അപ്പോൾ വർഷം ഒരു 5 ലക്ഷം രൂപ മുതൽ 8 ലക്ഷം രൂപ വരെയൊക്കെ ഇവിടെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കും. എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് ഇത് 25 ലക്ഷത്തിന് മുകളിലേക്കൊക്കെ എത്തും. രണ്ടാമത്തേത് ഡേറ്റാ സയൻസ്. കോടിക്കണക്കിന് ഡേറ്റ വിശകലനം ചെയ്തിട്ട് ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ഒരു ഡേറ്റാ സയന്റിസ്റ്റിന് വരാനിരിക്കുന്ന വർഷങ്ങളിൽ വലിയ അവസരങ്ങളാണുള്ളത്. ഇന്ത്യയിൽ ഒരു ശരാശരി 7 മുതൽ 12 ലക്ഷം രൂപ വരെയൊക്കെ ഇവിടെ സാലറി സ്റ്റാർട്ടിങ് തന്നെ കിട്ടും. സീനിയർ തസ്തികകളിലേക്ക് പോകുന്നതനുസരിച്ച് 40 ലക്ഷത്തിന് മുകളിലാണ് വാർഷിക ശമ്പളം കിട്ടുന്നത്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല തന്നെയാണ് സൈബർ സെക്യൂരിറ്റി. ലോകം മൊത്തത്തിൽ ഡിജിറ്റലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹാക്കിങ്ങും തട്ടിപ്പുകളൊക്കെ ഇപ്പോൾ വളരെയധികം കൂടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കമ്പനികളുടെ വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ടുകൾ ഇല്ലാതെ ഇനി നടക്കില്ല. തുടക്കത്തിൽ തന്നെ 6 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയൊക്കെ ശമ്പളം ഉറപ്പാണ് ഇവിടെ. ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് ശമ്പളത്തിന് പരിധികളില്ലാതെ ഉയരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എൻട്രിയിലെ AI ഇന്റഗ്രേറ്റഡ് AWS സൈബർ സെക്യൂരിറ്റി ഡേറ്റാ സയൻസ് കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ ബയോയിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ കോഴ്സ് എന്ന് കമന്റ് ചെയ്താൽ മതി.